അങ്ങനെ പറയേ. ഹോസ്പിറ്റലിൽ വന്ന റിസൾട്ട് അറിഞ്ഞിട്ട് നേരെ ഓഫീസിൽ പോയിക്കോ. ഇതാണ് പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടിയെന്ന് പഴയ ആളുകൾ പറയുന്നത്. നിനക്ക് വിവരമുണ്ട്, ഇവൾക്കതില്ല. ആ, നീ ഇവരുടെ കാല് കെട്ടാൻ പോവല്ലേ? പാവം. സന്തോഷേ, നിന്റെ സന്തോഷം പോയടാ. എന്താണ് സർ ഇനി പ്രോബ്ലം? ചെറിയൊരു പ്രശ്നമുണ്ട് ജയൻ. എലിസബത്തിന്റെ യൂട്രസ് വീക്കാണ്. വിഷമിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇല്ല, എനിക്ക് പ്രശ്നമില്ല. എലിസബത്ത് റിലാക്സ്. പഠിപ്പുള്ള ആളല്ലേ, യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ജയൻ വരും. ജയൻ, എലിസബത്തിന് പ്രസവ സാധ്യത വളരെ കുറവാണ്. മാറ്റിയെടുക്കാൻ പറ്റില്ല ഡോക്ടർ. ഒരു കുഞ്ഞുണ്ടാവാൻ എനിക്കൊരു അവകാശം. ഏതോ നാട്ടുമരുന്ന് കഴിച്ചതാണ് യൂട്രസ് വീക്കാണെന്ന് കാരണം. സോറി, വൈകിപ്പോയി. ചേട്ടാ, എന്താ പ്രശ്നം ചേച്ചിക്ക്? യൂട്രസ് വീക്കാണ്, അവൾക്ക് പ്രസവിക്കാൻ കഴിയില്ല. ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ലേ? സാധ്യത കുറവാ. നമുക്ക് കുഞ്ഞുണ്ടാവില്ലേ? ദൈവനിയോഗമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? സാരമില്ല, എല്ലാം നേരെയാവും. നമുക്ക് ട്രീറ്റ് ചെയ്യാം. എന്നാലും വിധി എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നല്ലോ. നീ എന്തിനാ വിഷമിക്കുന്നത്? നീ ആഹാരം കഴിച്ചില്ലല്ലോ. വാ, ഞാൻ വിളമ്പിത്തരാം. എനിക്ക് വേണ്ട. ശരി, നീ റെസ്റ്റ് എടുക്ക. സാരമില്ല, മോൾ ഉറങ്ങിക്കോ. ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിക്കാം. ഓക്കെ? റോങ് നമ്പർ. ജയൻ, എലിസബത്തിന് പ്രസവ സാധ്യത വളരെ കുറവാണ്. ജയൻ, എലിസബത്തിന് പ്രസവ സാധ്യത വളരെ കുറവാണ്. പുകമയമാണല്ലോ സാർ. സാറ് ദേഷ്യപ്പെടണ്ട. സാധാരണ ഓഫീസിനകത്ത് പുകവലിക്കാത്ത ആളല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. റാണി എന്തിനാ ഇപ്പോഴിങ്ങോട്ട് വന്നത്? എനിക്കറിയാം സാർ ആകെ അപ്സെറ്റ് ആണെന്ന്. കാരണവും
ഏതാണ്ടൊക്കെ എനിക്കറിയാം. റാണി എന്തുദ്ദേശിച്ചാണ് ഇത് പറയുന്നത്? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. സാറും വൈഫും ഹോസ്പിറ്റലിൽ പോയത് എനിക്കറിയാം. ആരും എന്റെ ഫ്രണ്ടാണ് നഴ്സ് രാധിക. ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. സാറും വൈഫും വന്നതും ഭാര്യയ്ക്ക് യൂട്രസ് തകരാറാണെന്നും കുട്ടികൾ ഉണ്ടാവില്ലെന്നും അവളാ പറഞ്ഞത്. ശരിക്കും എനിക്കത് ഷോക്കായിപ്പോയി. സത്യമാണ് റാണി, ജീവിതത്തിൽ എനിക്കേറ്റ ആദ്യ തിരിച്ചടി, അതും ഞാൻ ഏറെ ആഗ്രഹിച്ച കാര്യം. ഞാനത് മനസ്സിലാക്കുന്നു. എല്ലാം നേടിയെടുത്തുവെന്ന് കരുതുന്നവരാ വിഡ്ഢികള്. നമ്മൾ ജീവിതത്തിൽ ഒന്നും നേടുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ സത്യം എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മെഡിക്കൽ സയൻസിനെ അത്ഭുതപ്പെടുത്താൻ മനുഷ്യന് കഴിയും. എങ്ങനെ? ഭാര്യ പ്രസവിക്കില്ല, അത് സത്യ. അതിന് കഴിയുന്ന ധാരാളം പേരുണ്ടല്ലോ. ഒരു കുഞ്ഞിനെ, അതായത് അനന്തരാവകാശിയെ തരാൻ മറ്റു ചിലർക്ക് കഴിഞ്ഞു എന്ന് വരും. മനസ്സിലായില്ല. ഇക്കാര്യത്തിൽ ഞാൻ സാറിനെ സഹായിക്കാം. സാറ് വിചാരിച്ചാൽ അത് നടക്കും. താൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. അത് നടക്കില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. അതിനു മുൻപേ സാരമില്ല, എനിക്ക് മനസ്സിലാവും സാറിന്റെ വിഷമം. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എലിസബത്തിനെ മറന്നൊരു ജീവിതം എനിക്കുണ്ടാവില്ല. ആ സ്നേഹബന്ധം എനിക്കറിയാം. അത് അർത്ഥമാറ്റാതെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ആ കുടുംബത്തിൽ തന്നെ അതിന് സാഹചര്യമുണ്ട്. എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എലിസബത്തിന്റെ അനുജത്തി റീത്ത. അവൾ എന്തുകൊണ്ടും സാറിന് ചേരും. ഒരു പക്ഷേ എലിസബത്തിനേക്കാൾ. നോ, അത് നടക്കില്ല. വേറെ ആരെങ്കിലും വിവാഹം കഴിക്കുന്നതിനേക്കാൾ ഭേദം. ഇല്ല, റീത്തയുടെ വിവാഹം വേറെ നിശ്ചയിച്ചതാണ്. അത് പാടില്ല. ഇവിടെ സാറ് തോറ്റാൽ ജീവിതത്തിൽ തന്നെ തോൽക്കും. ഇതൊക്കെ ലോകത്ത് സാധാരണയാണ്. എലിസബത്ത് സാറിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് സമ്മതിക്കും. എന്റെ ജീവനാണ് എലിസബത്ത്. അവളുടെ കുറവുകളെ ഞാൻ മുതലെടുക്കാണെന്ന് കരുതില്ലേ? ഇല്ല, എല്ലാ സ്വത്തുക്കളുടെ അവകാശി സ്വന്തം രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളാകുന്നതല്ലേ ബുദ്ധി. എന്നാലും ഇത് ഒരു എന്നാലും ഇല്ല. ഈ യുവത്വം എന്നും നിലനിൽക്കില്ല. ഭാര്യയുടെ എതിർപ്പ് സംഗതി വ്യക്തമാവുമ്പോ മാറിക്കോളും. എന്നാലും ഭാര്യയുടെ അനിയത്തെ കെട്ടാൻ സമ്മതിക്കൂ? അവിടെയാണ് മിടുക്ക്. ജീവിതം ഒന്നേ ഉള്ളൂ. അത് ഇങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ.